ഇന്ന് ഞാൻ ഒരമ്മമ്മയുടെ പിറന്നാളിന് വേണ്ടിയിട്ട് ഈ കേക്ക് ഉണ്ടാക്കുകയാണ്. ഒരു ക്ലാസിക് കേക്ക് ഡിസൈനാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലവറും നോസിൽ ഡെക്കറേഷനും മാത്രമേ ഈ കേക്കിലുള്ളൂ. അപ്പോൾ 1 kg കേക്കാണ് കസ്റ്റമർ പറഞ്ഞിരുന്നത്. പക്ഷേ 1 kg ആണെങ്കിലും വലിപ്പത്തിൽ ഒരു പരത്തി ചെയ്തെടുക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 കിലോ തോന്നിക്കുന്ന ഒരു കേക്ക്. കാരണം 2 ലെയർ മാത്രമേ ഞാനിതിൽ ചെയ്തിട്ടുള്ളൂ. പരത്തിയിട്ട് ചെയ്തു. അപ്പോൾ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിലും കുറേ പീസസ് ആക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. റൗണ്ട് ചെറിയ നോസിൽ വെച്ചിട്ട് ഇങ്ങനെ കുറേ ബോർഡർ ഉണ്ടാക്കി കൊടുത്തു. തലങ്ങയും വിലങ്ങയായിട്ട് ഈ ഒരു രീതിയിൽ ബോർഡർ ചെയ്ത് കൊടുത്തിട്ട് റോസറ്റ ഫ്ലവർ കൊണ്ട് ഞാൻ ഫ്ലവർ ചെയ്തെടുക്കാനാണ് വിചാരിക്കുന്നത്. വലിയമ്മമാർക്കൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊരു വലിയൊരു സന്തോഷമായിരിക്കും അവർക്ക്. വീട്ടിലെന്നും മൂലയ്ക്കായി എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഇല്ലാതിരിക്കാനും നമ്മളൊക്കെ അവരെ ശ്രദ്ധിക്കുന്നതെന്ന് തോന്നിക്കാനൊക്കെ ഇടയ്ക്ക് ഇതുപോലെ നമുക്ക് അവർക്കും വേണ്ടി ചെയ്യാം. ഇനി ഏറ്റവും ചെറിയ പൈപ്പിംഗ് നോസിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു അണീവനായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. ഇതിനേക്കാളും ചെറിയ ഹോളുള്ള പൈപ്പിംഗ് നോസിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതിനേക്കാളും ഭംഗി കിട്ടും കേട്ടോ. ഇത് എളുപ്പത്തിന് വേണ്ടി ഞാനിങ്ങനെ ചെയ്തതാണ്. ഇനി വിപ്പിംഗ് ക്രീമിൽ റെഡ് കളർ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ റോസറ്റ നോസിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പൂവ് റോസറ്റ ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ റോസായിട്ട് നമുക്ക് ചെയ്യാം. അത് കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത്. റോസറ്റ ഫ്ലവർ വെച്ചിട്ട് ചെയ്യുമ്പോഴും അതേ ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. വിപ്പിംഗ് ക്രീമിൽ റോസ് ഫ്ലവറായിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ചില ആർക്ക് അത് പറ്റണമെന്നില്ല. ചില സമയത്ത് എനിക്കും ശരിയാവാറില്ല. അത്തരം കേസിൽ നമുക്ക് എളുപ്പത്തിനും ടെൻഷൻ ഒഴിവാക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഈ റോസറ്റ നോസിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ അത് ചെയ്തതിന് ശേഷം കുറച്ച് ഷുഗർ പേൾസും ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു ഫോണ്ടനിൽ എഴുതിയിട്ട് ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നും എഴുതി കൊടുത്തു. ഇന്ന് എനിക്കൊരു കല്യാണം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് സാരിയൊക്കെ ഉടുത്തിട്ട് പോകുന്ന വഴിയിൽ കസ്റ്റമറെ ഏൽപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് റെഡിയായി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.